ഹലോ ഗായ്സ്, ഞങ്ങളിതാ നെക്സ്റ്റ് ഡേയിലെ യാത്ര ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിതാ എല്ലാവരും ഇറങ്ങാൻ പോവാണ്. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ നുസാപ്പനിട. അവിടെ എന്താ പരിപാടി? അവിടെ നമുക്ക് ബീച്ചുകളുണ്ട്, കഫേസ് ഉണ്ട്. നമ്മളിപ്പോൾ എങ്ങനെയാ പോകുന്നത്? ഫെറിയില് കടല് കടന്ന് പോകണം. അതെ ഗായ്സ്, നിങ്ങൾ റെഡിയാണോ? നമ്മൾ കടൽ കടന്ന് പോവാൻ പോവാണ്. എല്ലാം കൊണ്ടും സെറ്റ്. നീ എവിടെ പോണ്? അങ്ങനെ ഞങ്ങളിതാ ഫെറിയിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ അടുത്താണെന്ന്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഒത്തിരി കുറച്ച് അങ്ങോട്ട് നടക്കണം. നല്ല വെയിലും ഉണ്ട്, നല്ല ചൂടും ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഗ്യാങ് പുറകേ വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കാണാനായിട്ട്. അങ്ങനെ നല്ല ഈ കൊട്ട വെയിലത്ത് ഞാൻ ലഗേജും തൂക്കി പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പുറകെ ആളുകളൊക്കെ വരുന്നുണ്ട്. സൺഗ്ലാസ് ഇല്ലെങ്കിൽ ഇതൊന്നും കാണാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ ഫെറിക്കകത്തേക്ക് കയറി. ആദ്യം വലിയൊരു ഗമയായിരുന്നു ഇതിൻ്റെ അകത്തേക്ക് കയറാൻ. ചെന്ന് കയറിയപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 100-500 പേരെങ്കിലും ഇതിനകത്ത് കാണും. പക്ഷേ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് രസമൊക്കെ മാറി. നല്ല ചൂടുണ്ടെങ്കിലും ചെറിയ ഇളങ്കാറ്റ് എവിടുന്നൊക്കെയോ അടിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു തണുപ്പിൽ ഞങ്ങൾ ഇരുന്ന് ഇതെല്ലാം ആസ്വദിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ ഇടയ്ക്ക് കുറച്ച് സമയം കിട്ടിയപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഈ വ്യൂ ഒന്ന് കാണാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ മേളിൽ നിന്നൊരു ചേട്ടൻ വിളിച്ച് പറഞ്ഞു, അകത്തേക്ക് കയറൂ, പുറത്തേക്ക് ഇറങ്ങരുത്. അങ്ങനെ ഞങ്ങൾ പയ്യെ അകത്തേക്ക് അങ്ങ് കയറിപ്പോയി. അങ്ങനെ പോയി ചെന്നപ്പോൾ കുറേ പേരൊക്കെ ഉറങ്ങുന്നുണ്ട്, കുറേ പേരൊക്കെ സെൽഫീസ് എടുക്കുന്നുണ്ട്, കുറേ പേരെല്ലാം അങ്ങനെ നോക്കിയപ്പോൾ സെൽഫീസും വീഡിയോസും ഒക്കെ എടുക്കുന്നത് നമ്മുടെ യങ് ലേഡീസ് അല്ല, നല്ല ഏജ്ഡ് ആയിട്ടുള്ള ആൻറ്റിമാരാണ്. അവർ നല്ല ചില്ലായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നുസപ്പനിട കര കണ്ടു തുടങ്ങി. മറ്റേ 4 ചുറ്റും വെള്ളമായിരുന്നു. പക്ഷെ അങ്ങനെ ഞങ്ങൾ കര കണ്ടപ്പോൾ കുറച്ച് സന്തോഷമായി കേട്ടോ. ചിലർ ഈ വിൻഡോ സീറ്റ് ഓടിച്ചാടിയിരുന്നവരുണ്ട്. പക്ഷേ ആ വിൻഡോ സീറ്റ് ചെന്നിരുന്നാൽ നല്ല കരിഞ്ഞുണങ്ങിപ്പോവും, അത്ര നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ക്ലൈമറ്റ് നല്ല ചൂടാണ്. എത്രയോ 45 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് ചൂട്. പക്ഷെ നമ്മൾ ആ ത്രില്ല് പിന്നെ നമ്മളതൊന്നും വക വയ്ക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. ക്യൂ ആയിട്ട് വേണം ഇറങ്ങാനുള്ളത്. അങ്ങനെ നമ്മുടെ ലഗേജൊക്കെ പുറകേ വരും. നമ്മളവിടെ എത്തുന്നതിന് മുമ്പേ ലഗേജ് എത്തിക്കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ നല്ല പൊരി വെയിലത്ത് എല്ലാവരും കൂടി ഇറങ്ങി നിൽപ്പുണ്ട്. അങ്ങനെ ഞങ്ങളിതാ ഫെറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് റൂമിലേക്കാണ്. ലഗേജ് എല്ലാം അവിടെ വെച്ചിട്ട് വേണം ഇനി നമുക്ക് ബീച്ചൊക്കെ കാണാനായിട്ട് പോകാം. നല്ല ചൂടുണ്ട് കേട്ടോ. ചൂടെന്ന് പറഞ്ഞാൽ എങ്ങനത്തെ ചൂടാടി രേഷ്മ ഇവിടെ? പൊള്ളുന്ന വെയിൽ അല്ല പറയേണ്ടത്, ചുട്ടു പൊള്ളുന്നു. അമ്മേ. അങ്ങനെ ഞങ്ങൾ നല്ല ചുള്ളൻ്റെ ഒരു വണ്ടിക്കകത്ത് ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല സുഖമായിരുന്നു കേട്ടോ വണ്ടി, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വണ്ടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റേക്കേഷൻ എത്തിയിരിക്കുകയാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. ഫ്രണ്ട് വ്യൂ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നല്ല ഭംഗിയുള്ള കുറേ ഗാർഡനും നല്ല സെറ്റപ്പായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചെന്ന് ഉടനെ തന്നെ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം എന്ന ചിന്തയിലാണ്. അതായത് നല്ല തണൽ നോക്കിയിരിക്കണം. ഇവിടെയൊക്കെ നല്ല വെയിലാണ് കേട്ടോ. പക്ഷേ നല്ല ഭംഗിയുണ്ട്, കണ്ട് ഇരിക്കാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വരിയായിട്ട് ഓരോരുത്തർ ഓടി തുടങ്ങി. ആദ്യം ഞങ്ങൾ കാണേണ്ട സ്വിമ്മിംഗ് പൂളാണ്. എവിടെ സ്വിമ്മിംഗ് പൂളെന്നും പറഞ്ഞ് ഓട്ടത്തിലാണ് ഞങ്ങൾ. അങ്ങനെ എല്ലാവരും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം തന്നെ ഇതെല്ലാം കവർ ചെയ്യണമല്ലോ. ഞങ്ങൾക്ക് എവിടെയാണ് ആദ്യം ചാടേണ്ടത്? ഇങ്ങോട്ടാണ്. ഇവിടുത്തെ വെള്ളത്തിന് കുറച്ച് ഉപ്പ് രസം കൂടുതലാണ്, അതിൻ്റെ ഒരു വിഷയമുണ്ട്. അങ്ങനെ ഞങ്ങൾ എന്തായാലും ലഗേജ് എല്ലാം അവിടെ വെച്ചിട്ട് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് വെച്ചു. അടുത്ത ബീച്ചിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ അത് ഒരു 3/4 മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പോൾ ഞങ്ങളത് അങ്ങോട്ടേക്ക് പോവുകയാണ്. എന്തായാലും നല്ല വെയിലാണ്, പക്ഷെ അതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല. നമ്മുടെ ഈ ക്യാപ്പുണ്ട്, നമ്മളെ കുടയുണ്ട്, അപ്പോൾ എന്തായാലും കരിഞ്ഞുണങ്ങാം. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ പൊന്നേ, നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ തന്നെ നല്ല വ്യൂ ആണ് കേട്ടോ. കടലിനൊക്കെ ഇത്രയും സൗന്ദര്യം ഉണ്ടോ എന്നാണ് ആലോചിക്കുന്നത്. അങ്ങനെ ഓരോരുത്തർ കയറി വരുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുന്നേ ഉള്ളൂ. ഇനിയും കുറച്ച് നടക്കാനുണ്ട്. കുറച്ച് നടന്ന് ചെല്ലുമ്പോൾ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അതൊരു ഒന്നൊന്നര രക്ഷയില്ലാത്ത സംഭവമാണ്. അപ്പോൾ ഈ സ്റ്റെപ്പിൻ്റെ അവിടെ എല്ലാം ഓരോരുത്തരും ഇങ്ങനെ അങ്ങ് പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവിടെ നിന്നേ ഫോട്ടോ എടുക്കത്തുള്ളൂ, അവിടെ നിന്ന് 1 ഇഞ്ച് മാറത്തില്ല. അങ്ങനെ ഞങ്ങളും തിരികെ കയറി അതിൻ്റെ അകത്തോട്ട്. അങ്ങനെ ഇവിടെ നിന്നുള്ള ഈ കാഴ്ച, എൻ്റെ ദൈവമേ, എന്തോ ഒരു ഭംഗിയാണ്. എനിക്ക് തോന്നുന്നു ഒത്തിരി സിനിമകളിലൊക്കെ ഈ ഒരു പിക്ചേഴ്സും വീഡിയോസും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സൂര്യയുടെ സിനിമയിലൊക്കെ നമ്മുടെ അതിലൊക്കെ ഏതോ ഒരു പാട്ടൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കയറി വന്നിരിക്കുകയാണ്. 1 1.5 കയറ്റം കയറിയപ്പോൾ തന്നെ നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്.
ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടെ കൂടുതലും ബീച്ചസ് ആണല്ലോ, അങ്ങനെ ബീച്ച് അടുത്ത ഒരു സ്പോട്ടാണ്. അങ്ങനെ ഇതും ഞങ്ങൾ ആകാംക്ഷയോടുകൂടി വരികയാണ്. ഇതൊക്കെ കണ്ട് വരിക. ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ അത്യാവശ്യം കഴിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയിലുള്ള ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് നടക്കുക. അടിപൊളിയാണ്. ബീച്ചിനൊക്കെ സത്യം പറഞ്ഞാൽ ഒരു തവണയെങ്കിലും കാണണം കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ ഒരു ബീച്ച് കണ്ടല്ലോ, അയ്യോ അടുത്ത ബീച്ചിൽ ഇനി എന്ത് കാണാനാണെന്ന് ചോദിച്ച ഞങ്ങളാണ് കേട്ടോ. ഈ ബീച്ചസ് കണ്ടിട്ട് എന്ത് കിട്ടുമെന്നുള്ളതാണ് മനസ്സിലാദ്യം തോന്നിയത്. പക്ഷേ ഇവിടെ വന്ന് കാണുമ്പോൾ ഒരു രക്ഷയില്ല. വേറൊരു ബീച്ചാണ്. നമ്മൾ ആദ്യം കണ്ട ബീച്ചല്ല ഇവിടെ. ആ ഒരു ക്ലൈമറ്റിൻ്റെ ആയാലും ആ ഒരു സ്പോട്ടും ആ ഒരു വെള്ളത്തിൻ്റെയൊക്കെ കളറും ഇതൊക്കെ കണ്ടു നോക്കി. നമുക്കൊരു പിക്ചറാന്നേ പറയത്തുള്ളൂ. ഇതൊക്കെ ആരോ വരച്ചു വെച്ചിരിക്കുന്നത് പോലെ തോന്നും. ഓരോ സ്ഥലത്ത് നിന്നാലും അവിടെ നിന്നാലും ഇവിടെ നിന്നാലും പിക്ചേഴ്സ്, നമ്മുടെ ഫോട്ടോസ് അടിപൊളിയായിരിക്കും. നമ്മളെത്ര വകയില്ലെങ്കിലും ആ ബാക്ക്ഗ്രൗണ്ട് അടിപൊളി സാധനം കിട്ടും. ഇവിടെ ഒരു 10-15 മിനിറ്റ് നമ്മൾ വെറുതെ ഇരിക്കാൻ തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾ ഒരു 3/4 മണിക്കൂറോളം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങൾ വന്നപ്പോഴത്തേക്കൊരു 4 മണിയൊക്കെ ആയി. നല്ല വെയിലുണ്ട്, പക്ഷേ നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ തൊട്ട് ഇപ്പുറത്തെ സൈഡിലുള്ള ഒരു സ്ഥലമാണ്. ഇവിടം വരെ ഉള്ളു കേട്ടോ. ആ കാണുന്ന അവിടം വരെ ഇങ്ങനെ തിരമാലായിരിക്കും. നമുക്ക് അവിടോട്ട് ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. അത് പക്ഷേ നല്ലൊരു സ്പോട്ട്, നല്ല ഭംഗിയുണ്ട്. ഒരു മനുഷ്യൻ പോലും അവിടെ എത്തത്തില്ല. എല്ലാവരും ബോട്ടിലൊക്കെയാണ്. ആ ഹോള് വഴി ഇങ്ങോട്ട് വരിക, അവിടേക്കൊന്ന് കാണുക, അങ്ങനെ ഉള്ളു സംഭവം. അല്ലാതെ ഒരാൾക്ക് പോലും അവിടെ ഇറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങളിതാ ഇതൊക്കെ കണ്ടു. ബോട്ടിലൊക്കെ വരുന്നവരുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരികയാണ് കേട്ടോ. എല്ലാവരും അത്യാവശ്യം കുഴഞ്ഞിട്ടുണ്ട്. ബീച്ചസൊക്കെ കണ്ട് വരുമ്പോഴത്തേക്ക് ഇതാ ഇവിടുത്തെ ഇളനീരാണ് കേട്ടോ. ഒരു വലിയ ചക്കയുടെ അത്രയുണ്ട്. അതിനകത്ത് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്ര മധുരം ഇല്ലെങ്കിലും നമുക്ക് ദാഹം തീരും. അതൊന്നാമത്തെ കാര്യം. ഉച്ചയ്ക്ക് ഇവിടുത്തെ റൈസൊക്കെ ആണെങ്കിലും നമുക്ക് അങ്ങനെ അങ്ങോട്ട് വിശപ്പ് മാറത്തില്ല. പക്ഷേ ഈ ഇളനീരൊക്കെ കുടിക്കുമ്പോൾ കുറച്ച് ആശ്വാസം കിട്ടും. അത് നമ്മൾ ഒറ്റ ട്രിപ്പിനൊന്നും കുടിച്ച് തീരത്തില്ല. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ട് ഞങ്ങൾ തിരികെ പോവുകയാണ്. ഇനി റൂമിൽ പോവുക, റെസ്റ്റ് എടുക്കുക. കാരണം ബീച്ചസ് കണ്ട് കുറച്ചധികം വെയിൽ കൊണ്ട് ഞങ്ങൾ കുഴഞ്ഞിട്ടുണ്ട്. അങ്ങനെ റൂമൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് വേണ്ടിയില്ല അവർ സെറ്റായിട്ടുണ്ട്. അങ്ങനെ അത് കണ്ടപ്പോൾ മനസ്സിന് ഒത്തിരി സന്തോഷമായി. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റൂമൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഇനി നമ്മൾക്ക് എന്താണ് നെക്സ്റ്റ് ഫുഡ്. അങ്ങനെ ഞങ്ങളുടെ റൂം ഇങ്ങനെ പരതി വന്നപ്പോഴത്തേക്ക് അന്തസ്. ഇനി ഞങ്ങൾക്ക് താഴെ തന്നെ വേണമെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, സ്റ്റെയർ കയറാൻ വയ്യ, അത് തന്നെ കാര്യം. ബാത്റൂമിലാണെങ്കിൽ നമുക്ക് കിടന്നുറങ്ങാം കേട്ടോ. അതൊക്കെ ഇവിടുത്തെ ഒരു ഫസ്റ്റ് ക്വാളിറ്റി തന്നെയാണ്, പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ് കേട്ടോ. പിന്നെ ഇവൾ ചൂസ് ചെയ്ത ഹോട്ടൽസ് ആയാലും ഏറ്റവും നന്നായിരുന്നു. രണ്ടൊരുത്തിൽ നിന്ന് ഡാൻസ് കളിക്കുന്നു, അവർക്കും സന്തോഷമായി. അപ്പോൾ അവളുടെ റൂം എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം. ഇതും സെയിം ആയിരിക്കും, താഴെയെല്ലാം സെയിം ആണെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ റൂം എങ്ങനെയുണ്ട് ഗൈസ്? വാവ്, സെയിം ആണല്ലോ. നിങ്ങൾ കുളിക്കുന്ന വെളിയിൽ നിൽക്കുന്ന കാണാല്ലേ? വാവ്, സെറ്റാണല്ലോ. TV ഒക്കെ ഉണ്ടല്ലോ, ഡോറുണ്ട്, എല്ലാം ഉണ്ടല്ലേ. ഒളിച്ചിരിക്കാല്ലേ കയറി? വാവ്, ഞങ്ങള് ഇങ്ങനെ കിടക്കുവാ. അയ്യെന്ന് തോന്നി ചെടിക്ക്. അപ്പോൾ ഗായ്സ്, ഇതെല്ലാം കഴിഞ്ഞു. ഇനി ഞങ്ങൾ കിടന്നുറങ്ങാൻ പോവാണ്. ടാറ്റാ, ബൈ ബൈ, സീ യു. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം.